നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ഏതറ്റം വരെ പോകും? സ്നേഹം ഒരു ഭ്രാന്താണ് എന്ന് പറയുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അതിന്റെ ലിമിറ്റ് എന്താണ്? അതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ് ഇന്നത്തെ ഈ ഇൻസിഡന്റ്. പക്ഷെ അതിനൊക്കെ മുമ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രൂ ലൈഫ് ഇൻസിഡന്റ് സ്റ്റോറിയായി കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദിസ് ഇസ് ദ ചാനൽ. നമ്മൾ ഇതുപോലത്തെ ഇൻസിഡൻസ് സ്റ്റോറി രൂപത്തിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. 1877 ജർമ്മനിയിലെ ടെസ്റ്റൺ എന്ന് പറയുന്ന നഗരത്തിലാണ് കാൾ ടാൻസ്റ്റർ ജനിക്കുന്നത്. ഏകദേശം 12 വയസ്സുള്ള സമയത്ത് രാത്രി ഇവന്റെ ഒരു പഴയ ആൻസിസ്റ്ററിനെ ഇവൻ സ്വപ്നത്തിൽ കാണാൻ തുടങ്ങി. ആ ആൻസിസ്റ്റർ അവനെ കാണിച്ചത് ഒരു പെൺകുട്ടിയുടെ പിക്ചറാണ്. അവരതിനെ വിശേഷിപ്പിച്ചത് അവന്റെ ട്രൂ ലവ് എന്ന് പറഞ്ഞാണ്. നീണ്ട കറുത്ത മുടിയുള്ള ഒരു വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ട വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി. കാലിന് ആ പിക്ചർ കണ്ടപ്പോൾ തന്നെ ആ കുട്ടിയോട് വല്ലാത്തൊരു ഡീപ്പ് കണക്ഷൻ ഉള്ളതുപോലെ ഫീൽ ചെയ്തു. ബാക്കിയുള്ള സ്വപ്നങ്ങൾ പോലെ അത് മറഞ്ഞു പോയില്ല. ഈ പെൺകുട്ടിയുടെ ആ ഫേസ് അവന്റെ മനസ്സിൽ അങ്ങ് പതിഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ വലുതായപ്പോൾ അയാൾ അതിന്ന് മൂവ് ഓൺ ആയി. അയാൾ വിവാഹം കഴിച്ചു. അയാൾക്ക് 2 മക്കളൊക്കെ ആയി. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് എന്തോ ഒരു മടുപ്പ് ഫീൽ ചെയ്തു. അതുകൊണ്ട് അയാൾ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കീ വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസം മാറി. അവിടുത്തെ ഒരു ആശുപത്രിയിൽ എക്സ്റേ ടെക്നീഷ്യൻ ആയിട്ട് ഇയാള് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1930 വളരെ സാധാരണ ഒരു ദിവസം ഭയങ്കര തിരക്കുള്ള കുറച്ച് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാൾ. പക്ഷെ ഇയാൾ ഒരിടത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ ഇടയിൽ ഇയാൾ ഒരു പെൺകുട്ടിയുടെ മുഖം ശ്രദ്ധിച്ചു. ഈ പെൺകുട്ടിയുടെ മുഖം സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഇയാൾ ശരിക്കും സ്വപ്നത്തിലാണോ എന്ന് ഇയാൾ സംശയിച്ചു. അവിടെ ഇരുന്നത് വേറെ ആരുമായിരുന്നില്ല, അയാൾ 12ാം വയസ്സിൽ സ്വപ്നത്തിൽ കണ്ട അതേ പെൺകുട്ടി. അത് ക്യൂബൻ അമേരിക്കക്കാരിയായ 21 വയസ്സുള്ള എലിന ആയിരുന്നു. പക്ഷെ ട്രാജഡി എന്നൊക്കെ പറയാലോ, എലിനയെ കാത്തിരുന്നത് വളരെ ദാരുണമായ ഒരു രോഗമായിരുന്നു. അവക്ക് അതിവേഗം പകരുന്ന ട്യൂബർകുലോസിസ് ആണെന്ന് ഡോക്ടർമാർ കണ്ടുപിടിച്ചു. ഇന്നത്തെ കാലം പോലെയല്ല, അന്നത്തെ ടെക്നോളജി ഒക്കെ വളരെ പിറകിലേക്കാണ്. ട്യൂബർകുലോസിസ് വന്നാൽ അന്നത്തെ കാലത്ത് മരണം ഉറപ്പായിരുന്നു. ഇതും കൂടെ അറിഞ്ഞപ്പോൾ കാൾ എലിനയോട് വല്ലാതെ താല്പര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു കാളിനുണ്ടായിരുന്നത്. ആശുപത്രിയുടെ നിയമങ്ങൾ ഒന്നും വകവെക്കാതെ ഒരു എക്സ്റേ ടെക്നീഷ്യൻ മാത്രമായിരുന്ന ഇയാൾ ഈ പെൺകുട്ടീനെ ചികിത്സിക്കാൻ തുടങ്ങി. ഇയാൾ തന്നെ DIY ചെയ്തെടുത്ത പല പല ഉപകരണങ്ങളും കെമിക്കൽസും മരുന്നുകളും ഒക്കെ ഈ പെൺകുട്ടിയുടെ ഈ അസുഖം ക്യൂർ ചെയ്യാൻ വേണ്ടി ഇയാൾ പരീക്ഷിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, വില കൂടിയ ആഭരണങ്ങളും സിൽക്കിന്റെ വസ്ത്രങ്ങളും അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ ഇയാൾ ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ ആസ് എക്സ്പെക്റ്റഡ് ഇതൊന്നും ഫലിച്ചില്ല. കാൾ എത്ര ശ്രമിച്ചിട്ടും ഈ രോഗം ഗുരുതരമായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 1931 ഒക്ടോബറിൽ എലിന മരണത്തിന് കീഴടങ്ങി. തന്റെ സ്വപ്നത്തിലെ ഈ പെൺകുട്ടീനെ അങ്ങനെ അങ്ങ് മണ്ണിനടിയിൽ കുഴിച്ചിടാൻ ഇയാൾ തയ്യാറായില്ല. അതുകൊണ്ട് ഒരുപാട് പൈസ മുടക്കി ഇയാൾ ഒരു ശവകുടീരം തന്നെ ഈ പെൺകുട്ടിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്നു. ഈ ശവകുടീരത്തിന്റെ താക്കോൽ കാളിന്റെ കയ്യിലും പിന്നെ ഈ കുട്ടിയുടെ പാരന്റ്സിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. അടുത്ത 2 വർഷത്തോളം കാൾ എല്ലാ ദിവസവും ഈ ഒരു ശവകുടീരം വന്ന് വിസിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഈ പെൺകുട്ടിയോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ആൻഡ് ദ വിയർഡ് പാർട്ട് ഈസ്, ഈ പെൺകുട്ടി ഇയാളോട് തിരിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് ഇയാൾ വിശ്വസിച്ചിരുന്നു. കാളിന് എലിനയോടുള്ള താല്പര്യം എലിനയുടെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ ഇയാൾ ഇവർക്ക് മോണിറ്ററി ആയിട്ടുള്ള ഫേവേഴ്സും ചെയ്തു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ആക്ടിവിറ്റീസ് അവർക്ക് കുറച്ച് വിയേർഡായി ഫീൽ ചെയ്തെങ്കിലും അവരത് വലിയ കാര്യമാക്കിയില്ല. പക്ഷെ 2 വർഷത്തിന് ശേഷം പെട്ടെന്നൊരു ദിവസം ഇയാളുടെ ഈ വിസിറ്റ് ഒക്കെ അങ്ങ് നിന്നു. എല്ലാരും ലൈഫിൽ നിന്ന് മൂവ് ഓൺ ആകും അല്ലേ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് വർഷം കടന്നുപോയി. കാളിനെ അങ്ങനെ ശ്മശാനത്തിൽ കാണുന്നതൊക്കെ വളരെ കുറഞ്ഞു. അയാൾ വരാറേ ഇല്ല. പക്ഷെ ഇതിനിടയിൽ നാട്ടുകാർ കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാൾ ചെയ്യുന്നതായി കണ്ടു. കാൾ ഇടയ്ക്കിടയ്ക്ക് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വാങ്ങുന്നതും കുറെ പെർഫ്യൂംസും കാര്യങ്ങളും ഒക്കെ വാങ്ങുന്നതായി ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ഒരു രാത്രി ഒരു പയ്യൻ കാളിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാളിന്റെ ഒരു ഡബിൾ സ്റ്റോറീഡ് വീടാണ്. അപ്പൊ ഈ കുട്ടി മേളിലത്തെ ജനാലയിൽ നോക്കുമ്പോൾ അവിടെ ലൈറ്റ് കിടക്കുന്നതായി കണ്ടു. അതിനകത്ത് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള കാര്യം ഈ കുട്ടി ശ്രദ്ധിച്ചു. കാൾ മേളിലത്തെ നിലയിൽ ഡാൻസ് കളിക്കുകയാണ് ഒരു പെൺകുട്ടിയുടെ കൂടെ. ആ കുട്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫ്രോക്ക് ഒക്കെ ഇട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ബോൾ റൂം ഡാൻസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ലോ ഡാൻസ് ഒക്കെയാണ് ചെയ്യുന്നത്. കാളിനെ പറ്റി നാട്ടുകാർക്കൊക്കെ അറിയാം. അപ്പൊ ഇത് ഈ കുട്ടിക്ക് കുറച്ച് വിചിത്രമായി ഫീൽ ചെയ്തു. ഇത് ഈ കുട്ടി എലിനയുടെ സഹോദരിയായ നാനയോട് പറഞ്ഞു. ഇയാളുടെ സമനില തെറ്റിയോ എന്ന് പേടിച്ച് നാന ഇയാളുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. നാന കാളിന്റെ വീട്ടിലെത്തി കതവ് മുട്ടി. കുറച്ച് വൈകിയെങ്കിലും കാൽ വന്ന് കതവ് തുറന്നു. പക്ഷെ ഇയാൾ നാനയെ ഫേസ് ചെയ്യാനോ സംസാരിക്കാനോ തയ്യാറായില്ല. നാനയ്ക്ക് ആ ഫുൾ ഇന്ററാക്ഷൻ ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്തു. ബേസിക്കലി ഇയാൾ കതവ് കുറച്ച് മാത്രം തുറന്നാണ് നാനയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്.
ഇവര് തമ്മിൽ അടിയാവാൻ തുടങ്ങി, വാഗ്വാദം ആവാൻ തുടങ്ങി. അങ്ങനെ ദേഷ്യം വന്ന നാന കതക് തള്ളി തുറന്ന് അകത്തേക്ക് ചെന്നു. അയാളുടെ മുറിയിൽ മൊത്തവും വല്ലാത്ത പെർഫ്യൂമിന്റെ ഗന്ധമായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ ദിവസം കുട്ടി പറഞ്ഞ കാര്യം ഇവക്ക് ഓർമ്മ വന്നു. അവൾ നേരെ ബെഡ്റൂമിലേക്ക് കയറി ബെഡിൽ നോക്കിയപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം ആ പയ്യൻ പറഞ്ഞ പെൺകുട്ടിയായിരുന്നു. ബേസിക്കലി ഒരു പാവ. ആ പാവ ഇട്ടിരുന്നത് എലിനയുടെ പണ്ടത്തെ വസ്ത്രങ്ങളാണ്. മുഖത്തൊരു മാസ്ക് പോലെ എന്തോ വെച്ചിട്ടുണ്ട്. അത് മൊത്തവും ബാഗ്സ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കണ്ട ഒരു മാനിക്കൻ പോലെ മാത്രമേ നമുക്ക് കണ്ടാൽ തോന്നുള്ളൂ. പക്ഷെ ഞാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അവക്ക് മനസ്സിലായത് അത് വേറെ ആരുമല്ല, അവളുടെ സ്വന്തം സഹോദരി എലിനായിരുന്നു. ശ്മശാനത്തിൽ എന്തുകൊണ്ടാണ് കാൾ വർഷങ്ങളായി വരാത്തത് എന്നതിനുള്ള കാരണം നാനയ്ക്ക് മനസ്സിലായി. തന്റെ വൺ ട്രൂ ലവ് ഒരിക്കലും മരിച്ചതായി ഇയാൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു രാത്രി ഇയാൾ ശ്മശാനത്തിൽ പോയി ലിറ്ററലി ഈ ഡെഡ് ബോഡി മോഷ്ടിച്ചു. അതിനുശേഷം വർഷങ്ങളോളം ഇയാൾ ഈ ഡെഡ് ബോഡി ഇയാളുടെ സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇയാള് ഈ ഡെഡ് ബോഡിയോട് സംസാരിക്കുകയും അതിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും എല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ആസ് എ സെഡ് ഇത് ഒരു ഡെഡ് ബോഡിയാണ്. അപ്പൊ അത് അഴുകാൻ തുടങ്ങും. അത് അഴുകി പോകാൻ തുടങ്ങിയപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇയാൾ പലതും ചെയ്യാൻ തുടങ്ങി. പലതരത്തിലുള്ള കെമിക്കലും വാക്സും ഒക്കെ ഉപയോഗിച്ച് ഈ അഴുകുന്ന ഈ ശവത്തിനെ ഇയാൾ പൊതിയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ റൂമിനകത്തേക്ക് കയറിയപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമിന്റെ സ്മെല്ല് ഈ കുട്ടിക്ക് കിട്ടിയത്. തന്റെ സഹോദരിയെ ഈ ഒരു നിലയിൽ കണ്ട ഞാൻ ശരിക്കും ഷോക്കായി. അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അങ്ങനെ വർഷങ്ങളായി കാൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ രഹസ്യത്തിന് ഒരു എൻഡ് ഉണ്ടായി. ഞാനതെന്ന് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നൊരു ഫുൾ ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തി. അതിൽ അറിയാൻ കഴിഞ്ഞത് ഇയാൾ ഈ പാവേനെ ലിറ്ററലി ഒരു ഭാര്യ എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ കണ്ണുകൾ അഴുകിപ്പോയപ്പോൾ ഗ്ലാസിന്റെ കണ്ണുകൾ അതിനെ പിടിപ്പിച്ചു. ഒരു മാസ്ക് അതിന്റെ ശരീരത്തിലേക്ക് വെച്ചു. മാക്സിമം എലിനയുടെ അതേപോലെ ആക്കാൻ വേണ്ടി ഇയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈവൻ ഇയാൾ ശരീരത്തിന്റെ ഉള്ളിൽ ട്യൂബ് പോലെ എന്തോ യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും ഇയാൾ ഈ പാവയോടുകൂടിയാണ് കിടന്നുകൊണ്ടിരുന്നത്. എലിനെ എപ്പോഴും ജീവിച്ചിരുന്നു എന്ന് ഇയാൾ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. പോലീസ് ഇയാൾ വന്ന് പിടിച്ചുവെങ്കിലും കോടതി ഇയാളെ വെറുതെ വിട്ടു. മാനസിക നില തകർന്നത് കൊണ്ടാണ് ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞാണ് കോടതി ഇയാളെ വെറുതെ വിട്ടത്. എനിവേസ് ഇയാൾ മരിക്കുന്നിടത്തോളം എലിനയുടെ മാസ്ക് പോലത്തെ ഒരു പാവ വീണ്ടും ഉണ്ടാക്കി വെച്ച് അതിനോടുകൂടിയാണ് ഇയാൾ ജീവിക്കുന്നത്. അപ്പോഴും പ്രണയത്തിന് വേണ്ടി അയാൾ ആ ഒരു ഡില്യൂഷൻ എന്ന് മാറാൻ തയ്യാറായില്ല. അവസാനം ഇതുപോലൊരു വേറൊരു പാവയുടെ കൂടെ തന്നെ അയാൾ ജീവിച്ച് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ കാൾ ടാൻസ്ലർ എന്ന് പറയുന്ന ആളുടെ വളരെ സൈക്കോട്ടിക് ആയിട്ടുള്ള ആ ഒരു ജീവിതം അവിടെ അവസാനിച്ചു. ദിസ് സ്റ്റോറി ഈസ് ഇൻസെയിൻ ബിക്കോസ് സ്വന്തം സ്നേഹത്തിന് വേണ്ടി മരണത്തിന് പോലും ആ പെൺകുട്ടിയെ വിട്ടുകൊടുക്കാൻ ഇയാൾ തയ്യാറായില്ല. ഈസ് ദിസ് ദ ഡെഫിനേഷൻ ഓഫ് ട്രൂ ലവ്? ഐ ഡോണ്ട് നോ. ഐ പേഴ്സണലി ഫീൽ ഇറ്റ് ഈസ് സൈക്കോട്ടിക്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എനിവേസ് ഇതുപോലത്തെ ഒരുപാട് സ്റ്റോറീസുമായി ഞാൻ വീണ്ടും വരും. സോ അപ്പോൾ വരയ്ക്കും ബൈ ബൈ, ടാറ്റ.